കൊല്ലം കുണ്ടറയിൽ ട്രെയിൻ അട്ടിമറിക്കുള്ള ശ്രമമെന്ന സംശയം. പാലരുവി എക്സ്പ്രസ് കടന്നു പോകുന്നതിന് തൊട്ടു മുൻപ് റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തി. പോസ്റ്റ് ട്രാക്കിലേക്ക് യുവാക്കൾ ചേർന്ന് മറച്ചിടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി കണ്ണൻ നായർ ചേർന്നു. കണ്ണൻ, ഇത് ആരാണ് ചെയ്തതെന്നോ എന്തിനു വേണ്ടിയായിരുന്നു എന്നോ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം പോലീസിന് ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഈ കൃത്യം ചെയ്ത രണ്ട് യുവാക്കളുടെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. റെയിൽവേ പോലീസും ലോക്കൽ പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡിലൂടെയാണ് ഈ വലിയ ടെലിഫോൺ പോസ്റ്റ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ടെലിഫോൺ പോസ്റ്റ് കൊണ്ടുവന്ന് ഈ പാളത്തിൻ്റെ നടുഭാഗത്ത് ഇടുകയായിരുന്നു. ആ എതിർഭാഗത്തുള്ള വീട്ടിലെ ഒരു ചെറുപ്പക്കാരനാണ്. അത് രാത്രി ഏതാണ്ട് ഒരു 11:30-12 മണിയോടുകൂടി ഈ സംഭവം അറിയുന്നത്. ഒരു ഇലക്ട്രിക് പോസ്റ്റ്, ഈ ടെലിഫോൺ പോസ്റ്റ് ഈ പാളത്തിന് നടുക്ക് കിടക്കുന്നത് കണ്ടുകൊണ്ട് സമീപത്തെ റെയിൽവേ ഗേറ്റിലേക്ക് അവർ പോവുകയും ഗേറ്റ് കീപ്പറെ കാര്യങ്ങൾ അറിയിക്കുകയുമായിരുന്നു. റെയിൽവേ ഗേറ്റ് കീപ്പറും ഈ യുവാവും അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവും കൂടി വന്ന് ഈ പോസ്റ്റ് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് വലിയ ഭാരമുണ്ടായിരുന്നു, അവർക്ക് മാറ്റാൻ സാധിച്ചില്ല. പിന്നീട് എഴുകോൺ പോലീസിൽ വിവരം അറിയിച്ചു. എഴുകോൺ പോലീസ് കൂടി എത്തി ആദ്യം പരിശോധനകൾ നടത്തിയ ശേഷം ഈ ഭാഗത്തേക്ക് പോസ്റ്റ് മാറ്റിയിടുകയാണ് ചെയ്തത്. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ പോയി. പക്ഷേ RPF ഉദ്യോഗസ്ഥർക്ക് വീണ്ടും ഈ ട്രാക്ക് ഒന്ന് പരിശോധിക്കണോ എന്നുള്ളൊരു കാര്യം തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാക്കിലേക്ക് കുറച്ചു നേരം കഴിഞ്ഞു ഈ ട്രാക്കിലൂടെ നടന്ന് പരിശോധന നടത്തിയ സമയത്ത് ഇതിൻ്റെ എതിർഭാഗത്ത് ഒരു സ്ഥലത്ത് ഇതേ സമാനമായ പോസ്റ്റ് തന്നെ കൊണ്ടിട്ടിരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഒരു അട്ടിമറി ഉണ്ട് എന്നുള്ളൊരു സംശയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സാധാരണ ഏതെങ്കിലും മദ്യപരോ സാമൂഹ്യ വിരുദ്ധരോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് എടുത്തു വെച്ച ശേഷം അത് എടുത്ത് മാറ്റിക്കഴിഞ്ഞ് വീണ്ടും അത് എടുത്തു വെക്കുക എന്നുള്ള ഒരു ശ്രമത്തിലേക്ക് പോകില്ല. പക്ഷേ വീണ്ടും രണ്ടാമത്തെ തവണയും ഈ പോസ്റ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു അട്ടിമറി സാധ്യത, ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ നടന്നതെന്നുള്ളൊരു സംശയം ഉണ്ടായത്. 3:30 പാലരുവി എക്സ്പ്രസ് ഈ പാതയിലൂടെ കടന്നു പോകുന്നത്. ആ ട്രെയിൻ മറിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് എന്നുള്ളതാണ് സംശയം ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ മധുര ഡിവിഷനിലാണ് ഈ റെയിൽവേ പാളമുള്ളത്. അതുകൊണ്ട് തന്നെ മധുര റെയിൽവേയുടെ ക്രൈംബ്രാഞ്ച്, RPF, റെയിൽവേ പോലീസ് എന്നീ സംഘങ്ങൾ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാര്യം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണമുള്ളത്.